ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. എനിക്ക് ഡയറിയ ആയിരുന്നു, ലൂസ് മോഷൻ. ഇതിപ്പം 5-ാമത്തെ ദിവസമാണ്. അത്രയ്ക്കും വയ്യാണ്ട്, 5 അല്ല 4-ാമത്തെ ദിവസം. അത്രയ്ക്കും വയ്യാണ്ടായിപ്പോയി. സ്കൂളിൽ വെച്ച് രാവിലെ റൂമിലായിരുന്നപ്പോൾ ഭയങ്കരമായിട്ട് തലകറക്കവും ക്ഷീണവും പനിയൊക്കെ വന്നു. അങ്ങനെ പിന്നെ ലൂസ് മോഷൻ തുടങ്ങി. ലൂസ് മോഷൻ മാത്രമല്ല, കൂടെ വോമിറ്റിങ്ങും ഉണ്ടായിരുന്നു. പിന്നെ നേരെ സ്കൂളിൽ പോയി. സ്കൂളിൽ പോയത് തന്നെ നടക്കാനൊന്നും വയ്യായിരുന്നു. പിന്നെ അടുത്തുള്ള ഒരു ടീച്ചറുണ്ടായിരുന്നു. ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് സ്കൂട്ടറിലൊന്ന് ആക്കിത്തരാം. അങ്ങനെ പിന്നെ അവിടെ ആക്കി തന്നു. അങ്ങനെ പിന്നെ നേരെ പോയിട്ട് ഇൻഫർമറിയിൽ പോയപ്പോൾ നഴ്സ് പറഞ്ഞു IV ഫ്ലൂയിഡ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവിടെ അതിനുള്ള സൗകര്യമൊന്നുമില്ല. പിന്നെ നേരെ ഇവിടെ വന്ന് അഡ്മിറ്റ് ചെയ്തു. സ്കൂളിൽ നിന്ന് തന്നെ അവർ വണ്ടിയൊക്കെ വിട്ട് തന്നു. മാം തന്നെ എല്ലാം റെഡിയാക്കി തന്നു. പക്ഷേ എക്സ്പെൻസൊക്കെ ഞങ്ങൾ തന്നെ നോക്കണം. അങ്ങനെ പിന്നെ ഇവിടെ വന്നു നിർത്താതെ എനിക്ക് ലൂസ് മോഷനായിരുന്നു. എന്ത് കഴിച്ചാലും അപ്പോഴേ വാഷ്റൂമിൽ ഓടണം. അത്രയ്ക്കും വയ്യായിരുന്നു. ഞാൻ ആദ്യം ജനറലാണ് നോക്കിയത്, കാരണം കയ്യിൽ ക്യാഷും അതിനു വേണ്ടി ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ കുറേ പാടുപെട്ടു. അപ്പോൾ ഇവിടെ അറിയാലോ, ഇത് കോലാപ്പൂരാണ്, അപ്പം കംപ്ലീറ്റ് മറാഠികളാണ്. അപ്പോൾ ഇവിടെ ഇതൊരു വില്ലേജ് ഏരിയ ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതൽ അഡ്മിറ്റ് ആവുന്നതുമല്ല. അങ്ങനെ പിന്നെ ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞ്, ഇന്നലെ രാത്രിയൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് സെപ്പറേറ്റ് റൂം വേണം, കാരണം ലൂസ് മോഷൻ ആയതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഒരു വാഷ്റൂം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ വന്നു. ശരിക്കും കയ്യിൽ ഇതുണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് അത്രയ്ക്കും വയ്യാത്തത് കൊണ്ടാണ്. എൻ്റെ മോള് ഹോസ്പിറ്റലിൽ വന്നില്ല, കാരണം ആദ്യം അവൾക്കും വയ്യായിരുന്നു, ലൂസ് മോഷനായിരുന്നു, വോമിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അവൾക്ക് കുറഞ്ഞ്, അവൾക്ക് ഇത്രയും സിവിയർ അല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് വന്നത്. അപ്പോൾ അവൾ റൂമിൽ തന്നെയാണ്. എനിക്ക് അതാണ് സങ്കടം, അവളവിടെ ഒറ്റയ്ക്കാണ്. ദൈവം അനുഗ്രഹിച്ച് കുറച്ചൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കാനൊക്കെ ഞാൻ ചെയ്യുന്നത് തന്നെ കണ്ടവൾ പഠിച്ച്. അപ്പോൾ അതുകൊണ്ട് സർവൈവ് ചെയ്ത് പോകുന്നു അവളവിടെ. പിന്നെ അപ്പുറമുള്ള ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാണ് ഞങ്ങൾക്കവിടെ അപ്പാർട്ട്മെൻറ്റിൽ. അതുകൊണ്ട് പ്രശ്നമില്ല, സേഫാണ്. ഇതുപോലൊരവസ്ഥ എനിക്കിതിപ്പോൾ ആദ്യമായിട്ടാണ്, ഇങ്ങനെ ഒരു ലൂസ് മോഷൻ. ഇതിന് മുമ്പും കുറേ ടീച്ചേഴ്സ് അവിടെ നിന്ന് അഡ്മിറ്റായായിരുന്നു. ഇനി കണ്ടാമിനേറ്റഡ് വാട്ടറാണോ എന്നൊന്നും അറിയത്തില്ല, വെള്ളത്തിൻ്റെ കുഴപ്പമാണോ അല്ല ഇനി ഫുഡാണോ, അതിനും വേണ്ടി ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. സാധാരണ കഴിക്കുന്ന പോലെയുള്ള ഫുഡ് തന്നെയാണ് ഞാൻ കഴിക്കുന്നത്. അത്ര ഹൈജീനായിട്ടുള്ള ഫുഡൊന്നും ഞങ്ങൾ കഴിക്കത്തില്ല. ഞങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ സംശയം വെള്ളം തന്നെയാണ്. ഒരു പിടിയും കിട്ടുന്നില്ല, എവിടെയാണ് ഇതിൻ്റെ സോഴ്സ് എന്നൊക്കെ. ശരിക്കും ഞാൻ ഈ 4 ദിവസവും ഒരു വക കഴിച്ചിട്ടില്ല. ആകെ വെള്ളം മാത്രമാണ് വയറ്റിൽ പോകുന്നത്. കരിക്കിൻ്റെ വെള്ളമായാലും പിന്നെ വെറും വെള്ളമാണ് ഞാൻ കുടിക്കുന്നത്. പിന്നെ പഴം, അത് അന്ന് വന്ന സമയത്ത് നമ്മുടെ കൂടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, സ്കൂളിലെ ഡോക്ടർ. അപ്പോൾ ആ മാമാണ് പറഞ്ഞത് പഴം കൂടി വാങ്ങി വയ്ക്കാമെന്ന്. അങ്ങനെ ആ പഴമാണ്, അതും ഈ വെള്ളവും ഒക്കെ തന്നെയാണ് സർവൈവ് ചെയ്ത് പോകുന്നത്. ഞാനിപ്പോൾ ശരിക്കും എൻ്റെ കുട്ടിക്കാലമൊക്കെ ഓർമ്മിക്കുകയാണ്. നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എന്തായിരുന്നു അല്ലേ, ഒരു അസുഖം വന്നാൽ പോലും അയ്യോ അയ്യ അമ്മ അച്ഛ എന്നൊക്കെ വിളിച്ചിട്ട് അവരെപ്പോഴും നമ്മുടെ തണലായിട്ട് എപ്പോഴും ഉണ്ടാവും. ഇതിപ്പോൾ
അപ്പോൾ ആരും ഇല്ലാതെ ആകുമ്പോഴുള്ള വേദന അത് ശരിക്കും ഒരു വേദന തന്നെയാണ്. ഒറ്റയ്ക്കാകുമ്പോഴുള്ള വേദന. നമ്മളിപ്പം സഹായത്തിന് പോലും ആരെങ്കിലും വിളിച്ചാൽ തന്നെയും 100 ചോദ്യങ്ങളാണ്. നീ കാര്യം കാണാൻ വേണ്ടി മാത്രം വിളിക്കുള്ളോ? നിനക്കിപ്പം എൻ്റെ ആവശ്യമുണ്ടോ? ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ ചോദിക്കുന്നത്. ശരിക്കും ബുദ്ധിമുട്ട് വരുമ്പോഴാണല്ലോ നമ്മളെ അവസ്ഥ മനസ്സിലാക്കുന്നത്, നമുക്ക് ആരുമില്ല എന്നുള്ളത്.